ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആരുമില്ല. ചേട്ടാ പോയി കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടമുണ്ട്. ഞാനേ ഇതാരാന്നറിയോ? ഇതാരാന്നറിയോ? ആരാ അത്? ഇതാരാ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? ചേട്ടൻ്റെ പടം വരച്ചാ? ശരിയല്ലേ? അതൊക്കെ വരച്ച് ഇതിനകത്ത് കുറച്ച് കലിപ്പനാണ്. ഇതിലെ ചിരിച്ചേ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? അമ്മലോ? വീട് എവിടെയാ? വീട് മൂവാറ്റുപുഴയോ? ഇവിടെ തന്നെയാണോ എപ്പോഴും ഇരിക്കാറ്? ഇവിടെ തന്നെയാണ് സ്ഥിരം. വീട്ടിലാരൊക്കെ ഉണ്ട്? ആരുമില്ല. ഒറ്റയ്ക്കാണോ? ഒരു പെങ്ങളുണ്ട്. എങ്ങനെ? ഞാൻ ഇത് തരാൻ വേണ്ടി വന്നായിരുന്നു. വരച്ചതായിരുന്നു ചേട്ടൻ്റെ പടം. ഇതപ്പോ വരച്ചു? അതൊക്കെ വരച്ച്. ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ വരച്ചാണോ? അല്ല, ഇപ്പൊ വരച്ചല്ല, നേരത്തെ വരച്ചത്. അപ്പൊ എന്നെ എങ്ങനെ? അതൊക്കെ അറിയാം. ഇഷ്ടപ്പെട്ടോന്ന് പറ. ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നാ പ്രശ്നം? നാണം വല്ലോ? അല്ല, ഷർട്ടൊക്കെ വേറെയാ. ഞാൻ പറയില്ലേ നേരത്തെ വരച്ചാൽ. കൂട്ടുകാരൊന്നുമില്ല ഇവിടെ. കൂട്ടുകാരെ കാണിച്ചു കൊടുത്തു നോക്ക്. അതുപോലെ തന്നെയാണോന്ന് വെച്ചു. കൂട്ടുകാരൊന്നുമില്ല ചേണ്ടേ? ഇവിടെ കൂട്ടുകാരും ഇല്ലേ? അങ്ങനെ തരാൻ വേണ്ടി വന്നായിരുന്നു. എന്നെ ഇതിനൊന്നും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ലോട്ടറി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നിന്ന് ലോട്ടറി എടുത്തായിരുന്നു. കൂട്ടുകാരും ഇല്ല ഇവിടെ കാണിച്ചു കൊടുക്കാൻ? കൂട്ടുകാരും ഇല്ല. ലോട്ടറി തന്നെ വില 50 രൂപയല്ലേ? 50 രൂപ. ഒരു 2 തന്നേ. കൂടുതലെടുക്കാൻ എൻ്റെ പൈസ ഇല്ല, അല്ലെങ്കിൽ എടുക്കായിരുന്നു. രണ്ടെണ്ണം തരാം. ഒരെണ്ണം തരാം. വരച്ച ഫോട്ടോ കാണിച്ച്. എൻ്റെ കൂട്ടുകാരനാ. വരച്ച ഫോട്ടോ കാണിച്ച് നോക്കട്ടെ. എടുത്ത് വെച്ചോ. ചേട്ടന് തന്നതാ, ഗിഫ്റ്റായിട്ട് തന്നാ. ഫ്രെയിം ചെയ്ത് വെച്ചോ. നാണം വല്ലോ? വിശ്വാസം വരുന്നില്ലേ? എൻ്റെ ഫോട്ടോ ഇങ്ങനെ ആരും വരയ്ക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതാ. സൂക്ഷിച്ച് വെച്ചോ, ഫ്രെയിം ചെയ്ത് വെച്ചോ. നല്ല എങ്ങനെയുണ്ട്? മീശ അതുപോലെ തന്നെയല്ലേ? അതെ. അടിപൊളി. ഇഷ്ടപ്പെട്ടു. എന്നാ ശരി. ഇടയ്ക്ക് കാണാം. പേരെങ്ങനെ? ലിൻഡോ. നമ്പർ തരാമോ? നമ്പറാ? നമ്പർ തരാം. മതിയാ. നയൻ 0 48 8 ഇങ്ങോട്ട് ഞാൻ എടുത്തുതരാം. അങ്ങനെയല്ല, 48. അതിന് ഹാങ് ആവുന്ന ചെറിയ പ്രശ്നമുണ്ട്. ഫോൺ ഹാങ് ആവുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് എയർടെല്ലോ ജിയോ? എൻ്റെ കയ്യിൽ കോൾ അടിച്ചൂടെ? എയർടെൽ. ഇതാ എൻ്റെ നമ്പർ കേട്ടോ. ഇപ്പോൾ ഡയൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പോൾ ഇടയ്ക്കാണ്. ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ആണോ? പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നു. പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ ആൾക്കാർക്ക്. പ്രതീക്ഷിക്കാതെ ടിക്കറ്റ് എടുത്ത് പോകുന്നവരാണെങ്കിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ടിക്കറ്റ് എടുത്തായിരുന്നു. ഞായറാഴ്ച ഒരെണ്ണം എടുത്തായിരുന്നു. ഒരു ഉച്ച സമയത്ത് ഞായറാഴ്ച.
അങ്ങനെ എടുത്ത് പോകുമ്പോൾ പിന്നെ വരുവാണെങ്കിൽ ഞാൻ ഓർത്തിരിക്കും. 2-3 പ്രാവശ്യം വരുവാണെങ്കിൽ ഓർത്തിരിക്കും. ഇത് ഞാനങ്ങനെ ആദ്യമായിട്ട് ചേട്ടൻ്റെ അടുത്ത് എടുക്കണേ. ഞാൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ ചെയ്താ. കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടമൊക്കെ ഉണ്ട്. എന്നാലും കഴിഞ്ഞ ഞായറാഴ്ച ഒറ്റ പ്രാവശ്യമല്ലേ കണ്ടുള്ളൂ. അതെ, അതാണ് ഞാൻ. ഹാപ്പിയാണോ എന്നിട്ട്? ഹാപ്പിയാ. എനിക്ക് 2 തന്നേരം. 3-1 57 61 അപ്പോൾ മൊത്തം 4 എടുത്തിട്ടുണ്ട് ഞങ്ങൾ. കുറച്ചുകൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാം. ആയിക്കോട്ടെ. ഞാനെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? ആ ശരി, ഞങ്ങൾ പൊക്കോട്ടെ. ഫ്രണ്ട്സൊന്നും ഇല്ല, അതാണ് വിഷയം. ഫ്രണ്ട്സൊന്നും ഇല്ല ചേട്ടനെ? ഇവിടെ ഒറ്റ ഫ്രണ്ട്സും ഇല്ല? മൂവാറ്റുപുഴ സൈഡായോണ്ടാണോ വീട്? വീടൊന്നും ഇല്ല ശരിക്കും. ആണോ? വീടൊക്കെ കോഴിക്കോടാ. ഉരുളുപെട്ടിയില്ലേ, തിരുവമ്പാടി സ്ഥലം. അപ്പൊ എന്റെ വീടെല്ലാം പോയോ? വീട് സ്ഥലമൊക്കെ ഇതല്ല വീട് സ്ഥലമൊക്കെ പോയി. പിന്നെ അവിടെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. വലിയ കുഴിയാണ്, ഉരുളുപെട്ടി വലിയ കുഴിയാണ്. പിന്നെ ഇല്ല, എല്ലാം കഴിഞ്ഞ ഉരുളുപെട്ടിയില്ലേ കോഴിക്കോട്, അന്നേരം എൻ്റെ വീടും സ്ഥലമൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ മൂവാറ്റുപുഴ പെങ്ങളെ കട്ടപ്പനയിലാണ് കെട്ടിച്ച. അപ്പം എന്നിട്ട് കട്ടപ്പനയിലോട്ട് കെട്ടിച്ചു. പെങ്ങളായിട്ട് മിണ്ടുന്നൊന്നുമില്ല. പെങ്ങളണിന്നൊക്കെ ആയിട്ട് വിട്ടു നിൽക്കുക. അപ്പം ഒരു വർഷം കടയിലെ പൈസ മുഴുവൻ കൊടുത്തു ചേട്ടനോട് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരൻ 1000 രൂപ ഇട്ടു വന്നു. അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ. ഒരു വർഷം മുന്നേ അമ്മ മരിച്ചു ക്യാൻസറായിട്ട്. പിന്നെ ശാന്തിഗിരി കോളേജ് അറിയോ? കേട്ടിട്ടുണ്ട്. അവിടെ ഇപ്പം നിൽക്കുന്നു. ശാന്തിഗിരി കോളേജ് കേട്ടിട്ടുണ്ട്. അത് എവിടെയായിട്ടാണ്? വഴിത്തല. അപ്പം ഇപ്പം അവിടെ നിൽക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആരുമില്ല. അത് കുഴപ്പമില്ലല്ലോ, ശരിയാവും. അല്ല ശരി, ഹാപ്പി ആയില്ലേ? ഇപ്പം ഹാപ്പിയൊക്കെയാണ്. പിന്നെ അപ്പനുണ്ടായിരുന്നു. അപ്പൻ അന്നേരം അമ്മ മരിച്ചപ്പം വേറെ കല്യാണം കഴിച്ചു പോയി. അതൊരു അപ്പനുണ്ടായിരുന്നു. അമ്മ മരിച്ച് 1 മാസം തികയുന്നതിന് മുമ്പ് അപ്പം വേറെ കല്യാണം കഴിച്ചു. 1 മാസം പോലെയല്ല, 1 മാസം തികയാനായിട്ട് ഒരാഴ്ചയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ കല്യാണം കഴിച്ചു. ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നിൽക്കണം. അതില്ല, ഞങ്ങളെപ്പോലെ ഓരോ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തന്നെ കണ്ടില്ലേ ചേട്ടന് പ്രതീക്ഷിക്കാണ്ട് വരച്ച് കെട്ടി. സന്തോഷമായില്ലേ? അയ്യോ, സന്തോഷമായോ? അത് ഞാൻ പ്രതീക്ഷിക്കാനില്ലല്ലോ. അങ്ങനെ. പേരെങ്ങനെയാണ് ചേട്ടൻ്റെ? എൻ്റെ പേര് അമൽ സണ്ണി. ഇടയ്ക്കിടയ്ക്ക് കാണാമെന്നാ, ഇടയ്ക്ക് വരാം. ആയിക്കോട്ടെ. എന്നാൽ ശരി. ഹാപ്പി ആയില്ലേ? ശരി എന്നാൽ. പേരെങ്ങനെ? എൻ്റെ പേര് ജോഡി.